മടങ്ങിവരവ് അത് ഇത്രയേറെ ആഘോഷമാക്കിയ മറ്റൊരു നടിയില്ല മലയാളത്തിൽ. ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. യെസ്, മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഇന്ന് നിതയ്ക്ക് മുന്നിൽ. ഹായ് ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ മഞ്ജു വാര്യർ. ഞങ്ങളുടെ മഞ്ജു വാര്യറിന് സ്വാഗതം 919 സ്പോട്ട്ലൈറ്റിലേക്ക്. താങ്ക് യു വെരി മച്ച്. ഇടയ്ക്ക് എപ്പോഴേക്കോ ഫോണിലൂടെയും മറ്റും എടുത്തിട്ടുള്ള ചില സൗണ്ട് ബൈറ്റ്സ് ഒക്കെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒഴിച്ചു നിർത്തിയ മഞ്ജു വാര്യർ ഇതാദ്യമായാണ് ഒരു റേഡിയോയ്ക്ക് 4 മണിക്കൂർ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നൽകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ 919 സ്പോട്ട്ലൈറ്റിന്. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരുമായി, എന്താ പറയാ, ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? വർത്താനം പറയാൻ കുറച്ച് പിശുക്കള് കൂട്ടത്തിലാ. പൊതുവേ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഇന്റർവ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ബോറിംഗ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെ, ഈ പരിപാടി പൊളിച്ചടുക്കരുത്, ഇപ്പോഴേ ബോറിംഗ് എന്നൊക്കെ പറഞ്ഞു. അതല്ല, ഞാന് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ. ഇപ്പൊ മഞ്ജു വാര്യർ എന്റെ തൊട്ട് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിപ്പോ ചോദിക്കാൻ തോന്നുന്നത് എന്താണെന്നറിയോ? ഇന്ത്യൻ റുപ്പി സിനിമയില് തിലകന്റെ അടുത്ത് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെയായിരുന്നു ഇതുവരെ ഇത്രയും വർഷം? ഞാൻ ചെയ്തില്ലെങ്കിലും സിനിമ നല്ല നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോ നാളെ ഞാൻ അഭിനയം നിർത്തിയാലും നല്ല നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നല്ല സിനിമ ആയതുകൊണ്ടാണ് ആൾക്കാർ ഈ ഹൗ ഓൾഡ് ആർ യു കാണാൻ വരുന്നത്. അല്ലാതെ എന്നെ കാണാൻ വേണ്ടി മാത്രം എന്ത് ത്യാഗം സഹിച്ചും അങ്ങനെ വരുന്നവരുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ എന്നും ആരഭിനയിച്ചാലും നന്നായി ഹിറ്റായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് ശരി. അപ്പൊ സിനിമയുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹൗ ഓൾഡ് ആർ യു? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാ ധൈര്യമായിട്ട് ചോദിക്കാം. വയസ്സ് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിനി മുഖത്ത് നോക്കി ധൈര്യമായിട്ട് ചോദിക്കാം, ഹൗ ഓൾഡ് ആർ യു? പെൺകുട്ടികളുടെ അടുത്ത് പ്രായവും ആണുങ്ങളുടെ അടുത്ത് ശമ്പളവും ചോദിക്കരുതെന്ന് പറയും എന്ന് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പെണ്ണുങ്ങളുടെ അടുത്ത് പ്രായം ചോദിക്കാം, ഹൗ ഓൾഡ് ആർ യു? ധൈര്യമായിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രായമാണ് ഗൂഗിൾ മഞ്ജു വാര്യറിനെ അടിച്ചു തന്നിട്ടുള്ളത്. അതെ, സത്യമല്ലേ? സത്യമാണ്. അതെങ്ങനെ വന്നു അങ്ങനെ ഒരു മിസ്റ്റേക്ക്? എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, എവിടുന്നോ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. 1 വർഷം കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതലാണ് ഈ സിനിമയിൽ പറയുന്നത്. ഐ എം ജസ്റ്റ് 36 എന്ന് പറയുന്നത്. ഐ എം ആക്ച്വലി നോട്ട് 36, ഐ എം ജസ്റ്റ് 33, 34. അതിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എത്ര പ്രായമൊന്നും ഇല്ല, എന്നെ ഇങ്ങനെ ആക്കല്ലേ. അല്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് ആവശ്യപ്പെടാമല്ലോ. 36 എന്നുള്ളത് കുറയ്ക്കാൻ പറയാമല്ലോ. വയസ്സ് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ വയസ്സ് പറഞ്ഞ് മനസ്സ് തുറന്നുകൊണ്ട് ഇതാദ്യമായി മലയാളം FM റേഡിയോ ചരിത്രത്തിൽ മഞ്ജു വാര്യരുടെ ഇന്റർവ്യൂ നാട്ടിലെങ്ങും പാട്ടാവുകയാണ്. 919 സ്പോട്ട്ലൈറ്റ് എക്സ്ക്ലൂസീവ് നിതയ്ക്കൊപ്പം. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരാള് ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുകയാണ്. ഷോർട്ട് ഹെയർ ആണ്, ബ്ലാക്കിൽ റെഡ് സ്ട്രൈപ്സ് ഉള്ള ഒരു കുർത്ത, ബ്ലാക്ക് ലെഗിങ്സ്, ഒരു പൊടി കമ്മൽ, പിന്നെ കറുത്ത ഒരു കുഞ്ഞേ പൊട്ട്. വേറെ മേക്കപ്പ് ഒന്നുമില്ല. ഓർമ്മയുണ്ടോ നിരുപമയ്ക്ക് കിട്ടിയ ആദ്യ അപ്രീസിയേഷൻ ആരുടെ അടുത്തുനിന്നായിരുന്നു? ഞാൻ യാത്രയിലായിരുന്നു. നമ്മുടെ പടത്തിന്റെ ക്രൂ തന്നെയാണ് സിനിമ കാണാൻ കയറിയിട്ട് അതിന്റെ റെസ്പോൺസും അതും ഇതൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരുന്നിരുന്നു. ആദ്യം ഒരു കോളായി, പിന്നെ 2 കോളായി, പിന്നെ ഒരു പ്രവാഹമായിരുന്നു. അപ്പൊ മനസ്സിലായി നിരുപമയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി. റേഡിയോ മാംഗോ 91.9 മഞ്ജു വാര്യർ മൊത്തമുള്ള ഒരു സല്ലാപത്തിലാണ് ഇപ്പോ ഇവിടെ ഞാൻ നീത. മഞ്ജു വാര്യരുടെ ആദ്യ റേഡിയോ ഇന്റർവ്യൂ 919 സ്പോട്ട്ലൈറ്റ് എക്സ്ക്ലൂസീവ്. അപ്പൊ പറയൂ, കേക്കട്ടെ, എവിടെയാണ് ഹൗ ഓൾഡ് ആർ യു കണ്ടത്? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും. ഇല്ല, കണ്ടിട്ടില്ല. ഇനി കാണാൻ പോയ ടിക്കറ്റ് ഇട്ടില്ല കേട്ടോ. ടിക്കറ്റ് കിട്ടാത്തോണ്ടാണ് കാണാൻ പോവാത്തത്. സ്വന്തം സിനിമയ്ക്ക് ആരെങ്കിലും കുട്ടിക്കൊരു ടിക്കറ്റ് എടുത്ത് കൊടുക്കൂ. തിയേറ്ററിന്റെ ഫ്രണ്ടിലൂടെ ഒക്കെ പോയോ? ഇല്ല, അങ്ങനെ പോയില്ല. ഒന്ന് പോയി നോക്കണം. അവിടെയൊക്കെ ഇങ്ങനെ പലരും പറയുന്നത് കേട്ടു, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. കേൾക്കുമ്പോ ഒരു സന്തോഷം. സിനിമ പിന്നെ പതുക്കെ കാണാലോ. എന്താ കാണാതിരുന്ന ഈ ഒരു എല്ലാരും ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്നാണോ? അതോ ഒന്നാമത് അതിനുള്ളൊരു സമയം കിട്ടിയില്ല എനിക്ക്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രൊമോഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു. പിന്നെ എല്ലാവരും പല സ്ഥലത്താണ്. എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ പോയി കാണണം എന്നുണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയൊക്കെ ആദ്യം കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും തൃശ്ശൂരാണ്. ബ്രദറൊക്കെ ഇന്ന് പോകുന്നുണ്ട്. അവരും അച്ഛനും അമ്മയും ഇന്ന് പോകുന്നുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ കാണാത്തത്. ഇപ്പൊ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്? വീട്ടിൽ തന്നെ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നല്ല രസമായി സംസാരിച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. മഞ്ജു വാര്യരുടെ